വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വഖഫ് ബില്ല് ഏറെക്കാലത്തെ ചർച്ചകൾക്കും അതിലെ കൂട്ടിച്ചേർക്കലുകൾക്കും എല്ലാം ശേഷം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. വലിയ എതിർപ്പാണ് ഉണ്ടാകുന്നത് മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങളല്ല, ഈ മുസ്ലിങ്ങളുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഈ വഖഫ് ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഉണ്ടാകുന്നത്. ആ എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും സന്തോഷിക്കാനുള്ള വക കേരളത്തിൽ നിന്നുണ്ട്. കാരണം ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ ഈ വഖഫ് ബില്ലിന് അനുകൂലമാണ്. അതുകൊണ്ട് കോൺഗ്രസ് എയറിലാണ്. KCBCയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളത് വേറൊരു വശം. നമ്മുടെ നിതീഷ് കുമാർ BJPയെ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ അതിലായിരുന്നു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ അജിത് പവാറിന്റെ വിഷയത്തിലും അജിത് പവാർ ഇനിയിപ്പോൾ രാജ്യസഭയിൽ 3 MP അവർ പിന്തുണയ്ക്കില്ല എന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ എതിർപ്പുകളുടെ ഒരു കൂമ്പാരത്തിന്റെ നടുവിൽ വഖഫ് ബില്ല് അവതരിപ്പിക്കപ്പെടുകയാണ്. ആ വഖഫ് ബില്ല് പാസ്സാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോക്സഭയിൽ പാസ്സാകും. പിന്നെ രാജ്യസഭയിൽ ഏപ്രിൽ 3-ാം തീയതി, അതായത് നാളെ തന്നെ അവതരിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പറയുന്നത് ഈ വഖഫ് ബിൽ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചൊരു ഭേദഗതിയാണ് കേന്ദ്രം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായാലും ഞങ്ങൾ അതിനെ കോടതിയിൽ പോയി നേരിടും എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. സംഭവം കോമഡിയാണെങ്കിലും നമുക്കത് ചർച്ച ചെയ്യാതെ നിർവാഹമില്ല. കാരണം പൗരത്വ നിയമ ഭേദഗതിയൊക്കെ കോടതിയിൽ പോയി നേരിട്ട ലീഗിനെ കണ്ടവല്ല, കായൽ വഴിയാണ് കോടതി ഓടിച്ചത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ ഈ ബില്ലിനെയും കോടതി വഴി തന്നെ നമ്മൾ നേരിടാൻ പോവുകയാണ് എന്നാണ് ഇവർ വീരവാദം മുഴക്കിയിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യമാക്കിയാണ് ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് എന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇതൊരു മതേതര പരീക്ഷയാണ് കോൺഗ്രസിലെ MP എന്നുള്ള വാദം ഒരു ഭാഗത്ത് ഉയർത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ വഖഫ് ബില്ല് പാസ്സാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനി കോടതിയിൽ ഇവർ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായിരിക്കും കോടതിയുടെ നിലപാട്? കോടതി വഖഫ് ബില്ലിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താ തോന്നുന്നത്? ഞാൻ ഈ പുതിയ വഖഫ് ബില്ലിനെ കാണുന്നത് പുതിയ ബില്ലല്ല, ഇത് അമെന്റ്മെന്റ് ആണ്. ഭേദഗതികൾ എല്ലാ കാലവും പാർലമെന്റിൽ വഖഫ് വന്നിട്ടുണ്ട്. അമെന്റ്മെന്റ് ആണ്. ഇതിനെ ഞാൻ കാണുന്നത് നരേന്ദ്രമോദിയുടെ ഒരു ബിഗ് എൻട്രി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് 3-ാം വരവ്. ഞാനത് പറഞ്ഞുതരാം. 2ാം മോദി സർക്കാരിന്റെ കാലത്താണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു. രാജ്യമാസകലം കത്തിയമർന്ന് വലിയ സമരം, വലിയ പ്രതിഷേധം. അന്ന് BJP ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം BJPയുടെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ബില്ല് പാസ്സാക്കലും നിയമമായിരുന്നത്. ആ ബില്ല് വന്നതിന് ശേഷം ആ സമയത്ത് മോദി എന്ന് പറയുന്നത് വളരെ അപ്രമാദിത്വത്തോടു കൂടി അധികാരത്തിലിരിക്കുന്ന സമയം, സർവ്വസൈന്യാധിപനായി ഇരിക്കുന്ന സമയം, വലിയ മെജോറിറ്റി BJPക്ക് മാത്രം, ആരുടെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല. പക്ഷെ രാജ്യസഭയിൽ അവർ പൊതുവെ ദുർബലമായിരുന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം കൂടി ആയിരുന്നു ആ സമയത്ത്. പക്ഷെ എങ്കിലും അത് വന്നു. അന്ന് വലിയ പ്രതിഷേധങ്ങൾ കത്തിക്കാളി. അങ്ങനെ 5 വർഷത്തിന് ശേഷം മോദി വീണ്ടും മറ്റൊരു വിഷയം, പ്രത്യേകിച്ച് അന്ന് അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലായിരുന്നു ആ ഒരു പൗരത്വ ഭേദഗതി നിയമം പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അതിന് സമാനമായി തന്നെ വഖഫ് ഭേദഗതി ബില്ലും മുസ്ലിം സമുദായത്തിനെതിരാണെന്നുള്ള വലിയ പ്രചാരണം ഉണ്ടാകുമ്പോൾ പഴയതുപോലെ മോദിക്ക് അപ്രമാദിത്യം ലോക്സഭയിൽ ഇല്ല എങ്കിലും മോദിയുടെ ഇമേജിന് കോട്ടം തട്ടുന്നില്ല. കാരണം അന്ന് പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ BJPക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, ബാക്കിയുള്ളവരെല്ലാം ശത്രുപക്ഷത്താണെങ്കിൽ ഇന്ന് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. കേരളത്തിൽ പോലും അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നും, അതായത് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നൊരു പിന്തുണ കിട്ടുന്നു. ഒപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലയിൽ നിന്നും അവർക്ക് പിന്തുണ കിട്ടുന്നു. അതായത് BJP ഒറ്റപ്പെടുന്നില്ല എന്നുള്ളത് മോദിയുടെ രാഷ്ട്രീയത്തിലെ ഒരു നയതന്ത്ര വിജയമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു വലിയ എൻട്രി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവല ഭൂരിപക്ഷം കിട്ടാതെ മോദി ദുർബലനായി, അശക്തനായി എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ മോദി കുറച്ചുകൂടി പവർഫുൾ ആയി എത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ അതുപോലെ ഇതൊരു സമുദായത്തിനെതിരാണ് ഈ ഭേദഗതി എന്ന് പറയുന്നവർക്ക് ഇത് വില പോകില്ല. കാരണം അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അത് വില പോകില്ല എന്ന് എന്തുകൊണ്ടാണ്? കാരണം ആ സമുദായത്തിനിടയിൽ പോലും അവർക്കതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർ പറയുന്നതിനെ കൃത്യമായി വിശ്വസിക്കാൻ ആൾക്കാർ ഇല്ല, അല്ലെങ്കിൽ ആൾക്കാർ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് നമുക്ക് വരാം എങ്ങനെയാണ് എന്നുള്ളത്. ഈ വഖഫിന്റെ 1-2 കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. ഈ വഖഫ് ഇന്ത്യയിലേക്ക് എത്തുന്ന സുൽത്താൻമാരുടെ ഭരണകാലത്താണ് വഖഫ് എത്തുന്നത്. പിന്നെ 1954 നമ്മളൊരു ബോർഡ് ഇതിനു വേണ്ടി രൂപീകരിക്കുന്നത് തന്നെ.
ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് ഉണ്ടോ വെച്ചാൽ വഖഫ് ഉണ്ട്. പക്ഷെ ഇതുപോലെയുള്ള നിയമപരിരക്ഷയോടുകൂടി സ്വത്ത് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള വഖഫുകൾ എങ്ങുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങളും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തിന് ഉടമകൾ ഈ വഖഫ് ബോർഡാണ്. അപ്പൊ ഈ വഖഫ് ബോർഡ് ഇതേ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഈ സമയത്ത് എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് വലിയ ചർച്ചകളിലേക്ക് നിറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പോഴറിയാം ഈ വഖഫ് ബോർഡ് എത്രത്തോളം ഇതിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് വഖഫ് എന്താണെന്ന് അറിയണം. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മതവിശ്വാസി ജീവകാരുണ്യ പ്രവർത്തനത്തിനും മതപരമായ പ്രവർത്തനത്തിനും തന്റെ പണം നൽകുകയാണ്. അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഒപ്പം തന്നെ മതപരമായ കാര്യങ്ങൾ. അതായത് നമ്മുടെ രാജ്യത്തെമ്പാടും 30 വഖഫ് ബോർഡുകളുണ്ട്. അതിലിപ്പോ ബീഹാറിലും യുപിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സുന്നിക്കും ഷിയയ്ക്കും വഖഫ് ബോർഡുകളുണ്ട്. ഇതിൽ ശ്മശാനങ്ങൾ വരുന്നുണ്ട്. ശ്മശാനങ്ങൾ വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ ശ്മശാനങ്ങളുണ്ട്. അതിന് ഉപയോഗപ്പെടുത്താം, ന്യായമാണ്. ഇവരുടെ ഈ നിയമപ്രകാരമാണെങ്കിൽ അത് ന്യായമാണ്. മത പാഠശാലകൾ, ഈ മദ്രസ, അതുപോലെ തന്നെ കോളേജുകൾ അങ്ങനെയുള്ളത് നടത്താം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആശുപത്രികൾ നടത്താം. പക്ഷേ ഇതിന്റെ ഇത് ഈ ഭൂമി ഇതിനു വേണ്ടിയിട്ടല്ല ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഈ ഉത്തരാഖണ്ഡില് ഒരു വർഷം മുമ്പ് ഒരു വലിയ കലാപം നടന്നു. അതിനകത്ത് ഒരു 9 പേർ കൊല്ലപ്പെട്ടൊരു കലാപം നടന്നു. അതായത് പുഷ്കർ സിംഗ് ധാമി അവിടെ മുഖ്യമന്ത്രിയെ അധികാരമേറ്റപ്പോൾ ഈ കൈവശപ്പെടുത്തിയിരിക്കുന്ന സർക്കാരിന്റെ ഭൂമികൾ, ഈ വഖഫ് ബോർഡും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമികൾ ഒഴിച്ചെടുപ്പിക്കാൻ ഒരു നീക്കം നടന്നു. അപ്പോൾ അവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞാൽ മസറുകൾ നിർമ്മിക്കും. എന്നിട്ടാണ് ഭൂമി കയ്യേറുന്നത്. മസറുകൾ എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങൾ, കബറുകൾ എന്ന് പറയും. കബറുസ്ഥാൻ എന്ന് നമ്മൾ പറയുന്ന കബറിടങ്ങൾ. അങ്ങനെ ഒരു മസർ അവിടെ സ്ഥാപിച്ചു. ഈ മസർ പൊളിക്കാനായിട്ട് അതായത് എന്തിനാണ് ഈ മസറിന്റെ മറവില് ഈ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസർ സ്ഥാപിക്കുന്നത്. അതായത് വഖഫിന്റെ ഭൂമി നിയമവിരുദ്ധമായതുകൊണ്ട് സർക്കാർ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ഗുമ്മ് കിട്ടില്ല, അതിന് പ്രതിഷേധിക്കാൻ ആളെയും കിട്ടില്ല. അതിന് പകരം ഇവർ ചെയ്യുന്ന പണിച്ച് ഒരു മസർ അവിടെ സ്ഥാപിക്കും. എന്നിട്ട് പറയും നമ്മുടെ ഒരു വലിയ പൂർവികനാണ് ഇവിടെ മരിച്ചത്, വലിയ സംഭവമായിരുന്നു, ഇത് വലിയ നമ്മുടെ ഇതാണ്. പ്രാർത്ഥന തുടങ്ങും. ഇതിനകത്ത് പ്രാർത്ഥന തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതൊരു സമുദായത്തിന്റെ മൊത്തം പ്രശ്നമായല്ലോ. അന്നേരം ഒരു സമുദായത്തിന്റെ മുഴുവൻ വിഷയമായി. അപ്പൊ പോലീസ് വരുമ്പോഴത്തേനും പ്രത്യേക നമ്മുടെ മസർ പൊളിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കും. ഇതായിരുന്നു ഇവിടെ ഇന്ത്യയിൽ പലപ്പോഴും കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് തടയിട്ടുകൊണ്ട് ഏതാണ്ട് 69,000 ഏക്കർ ഭൂമിയാണ് ഉത്തരാഖണ്ഡിൽ മാത്രം പിടിച്ചെടുത്തത്. ഇതേപോലെ റെയിൽവേയുടെയും മറ്റു സ്ഥലങ്ങൾ ഇതേ കണക്ക്. അതായത് എന്റെ സ്ഥലമല്ല, ഞാൻ അങ്ങ് പറയുകയാണ് ഇത്, കാരണം എന്റെ രേഖയില്ല. കാരണം രേഖയില്ലാതെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ സ്ഥലം വളഞ്ഞെടുത്തതോ ഇല്ല മറ്റുള്ളവരുടെ സ്ഥലം വളഞ്ഞെടുത്തതോ ആയ ഒരു സ്ഥലം. ഇത് എനിക്കറിയാം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിൽക്കരുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. ഞാൻ പറയും ദൈവത്തിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാനിത് വഖഫ് ബോർഡിന് ദാനം നൽകുന്നു. അപ്പം ദൈവത്തിന്റെ കണക്കൂട്ടിൽ നോക്കുമ്പോൾ ഞാൻ ചെയ്തത് നല്ല കാര്യമാണ്. കാരണം എന്റെ ഒരു ഭൂമിയാണല്ലോ കൊടുത്തത്. വഖഫ് ബോർഡ് അത് ഏറ്റെടുക്കുന്നു. വഖഫ് ബോർഡിന്റെ അടുത്ത് കഴിയുമ്പോൾ ഇത് സേഫാ. പട്ടയമില്ലെങ്കിലും രേഖയില്ലെങ്കിലും വഖഫ് ബോർഡിന്റെ ഭൂമിയായി. എനിക്കും ഒരു ആശ്വാസം. കാരണം മറ്റവൻ കൊണ്ടുപോയില്ലല്ലോ ഇത് കേസിന് പോയിട്ട്. എന്റെ എതിരാളി ഈ സ്ഥലം കേസ് പറഞ്ഞ് മേടിച്ചില്ല, പകരം ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. രേഖയില്ലാത്ത സ്വത്തുക്കളുണ്ട്, അനവധി സ്വത്തുക്കൾ ഉണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ഇതിന്റെ ഒരു രസകരമായ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വലിയ കത്തിയ ഒരു വിഷയമായി മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 4-5 ഉദാഹരണം പറയാം. ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ ഒന്ന്, ഈ മുസ്ലിം സമുദായം വളരെ കുറച്ചുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തുരെ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഏതാണ്ട് 1% താഴെയാണ് മുസ്ലിം സമുദായം ആ ഗ്രാമത്തിലുള്ളത്. ആ ഗ്രാമത്തിലെ ഒരു കർഷകൻ ബാങ്കുകാര് പറയുന്ന ലോൺ തരാൻ പറ്റില്ല. അയാൾ കാരണം അന്വേഷിക്കും. സ്വാഭാവികമാണല്ലോ, നമ്മളിപ്പോൾ ലോൺ ചെന്ന് കഴിഞ്ഞാൽ തരാൻ പറ്റില്ലെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും എന്താ കാരണം. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്, നിങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞ് നിങ്ങൾ തരുന്നത് വഖഫ് ഭൂമിയാണ്. അയാൾ പറഞ്ഞല്ല, എന്റെ കയ്യിൽ പട്ടയമുണ്ട്, എല്ലാം ഉണ്ട്, ഞാനാണ് ടാക്സ്. അല്ലല്ല, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നു. തുടർന്ന് ഈ കർഷകൻ തൊട്ടടുത്തുള്ള ആളുകളോട് പറയുന്നു. അവരും ഉടൻ തന്നെ പോയി തിരക്കുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ, ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്ത് മുഴുവൻ വഖഫ് ഭൂമിയാണ്, അവിടെ ജീവിക്കുന്നുള്ള മുഴുവൻ. ഈ ഭൂമി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പം, നമ്മളൊരു ഭൂമി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് കൃഷി ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. കൂടുതലും നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ നമ്മുടെ കുട്ടികൾക്ക് പഠനാവശ്യമൊക്കെ ഈ ഭൂമി കൊണ്ട് ലോൺ എടുക്കാനായിട്ട് ബാങ്കിൽ വെക്കാറുണ്ട്, പ്ലെഡ്ജ് ചെയ്യാറുണ്ട്. അപ്പോ ഈ ഭൂമിയുടെ ഗുണങ്ങൾ അതൊക്കെ കൊണ്ടാണ്, അല്ലാതെ ഒരുത്തിന് വീട് വെച്ച് അതിൽ കിടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ ഭൂമി. നമുക്കിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമി വിറ്റ് കളയണം. അപ്പോൾ വേറൊരാളുടെ കയ്യിൽ കിടക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയില്ല. അപ്പോൾ വഖഫ് ബോർഡിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഒരു ഗ്രാമത്തിലുള്ളവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ലോണിന് അപേക്ഷിക്കാൻ കഴിയുന്നില്ല, അവർക്ക് വീട് പണിയാൻ കഴിയുന്നില്ല, അവർക്ക് ഈ ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ തമിഴ്നാട്ടിലെ കഥയാണ്. ഇനി അടുത്തത് ബാംഗ്ലൂരിൽ ഈദ്ഗാഹ് ഗ്രൗണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈദ്ഗാഹ് ഗ്രൗണ്ടില്
ഈ മുസ്ലിം മതവിശ്വാസികളുടെ ആചാരങ്ങൾ മാത്രമേ നടത്താൻ അനുവദിക്കുകയുള്ളായിരുന്നു. പക്ഷെ നമ്മുടെ ബൊമ്മെ സർക്കാർ കയറിയപ്പോൾ, കഴിഞ്ഞ കർണാടകത്തിൽ BJP സർക്കാർ കയറിയപ്പോൾ അവിടെ ഈ ഗണേശോത്സവം നടത്താൻ അനുമതി കൊടുത്തു. കാരണം അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ്. അവർ പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം നിങ്ങളുടെ അല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇത് വഖഫ് ബോർഡിന്റെ കയ്യിലാണ് ഇതിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്, രേഖകളില്ല എന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സ്ഥലം. മൂന്നാമത്തേത്, സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കെട്ടിടം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്നാണ് പറയുന്നത്. ഈ കെട്ടിടം ആരുടെയെന്ന് ചോദിച്ചാൽ അതാണെങ്കിലും വലിയ രസം. ബ്രിട്ടീഷുകാരുടെ കെട്ടിടമായിരുന്നു. ബ്രിട്ടീഷുകാര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം പിന്നീട് അവർ പോയതിനു ശേഷം, സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിനു ശേഷം അത് സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടമായി മാറി. ഈ കെട്ടിടവും അതിന് ചുറ്റും കിടക്കുന്ന സ്ഥലവും വഖഫ് ബോർഡിന്റെ ആണെന്നാണ് അവരുടെ രേഖകളിലാണ് ഇത് കിടക്കുന്നത്. രേഖകളില്ല, ഞങ്ങളുടേതാണ്, വഖഫ് ബോർഡിന്റേതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വാടക തരണമെന്നും പറഞ്ഞ് അവർ രംഗത്തെത്തിയപ്പോഴാണ് കേസിന് പോകുന്നത്. ഞങ്ങൾക്ക് വഖഫ് ബോർഡിന് വാടക തരണം. ഇനി അതിലും നിർണായകമായ കേസ് ഗുജറാത്തിലെ ദ്വാരക, അവിടുത്തെ 2 ദ്വീപുകൾ. ഈ ദ്വീപുകൾ, അതായത് ഈ കൃഷ്ണന്റെ നഗരം, കൃഷ്ണനഗരം കടലെടുത്തു എന്ന് നമ്മൾ ഈ പുരാണങ്ങളിൽ പറയുന്ന ഒരു നഗരമാണ് ദ്വാരക നഗരം എന്ന് പറയുന്നത്. അവിടുത്തെ 2 ദ്വീപുകളും വഖഫ് ബോർഡിന്റേതാണ്. ഇത് ഒടുവിൽ കേസ് കോടതിയിലെത്തി. അതായത് വഖഫ് ബോർഡിന്റെ കേസുകൾ കോടതിയിൽ എത്താറില്ല. കാരണം വഖഫ് ബോർഡാണ് വഖഫ് ബോർഡ് സംബന്ധിച്ച എല്ലാ കേസുകൾക്കും അന്തിമ വിധി കൊടുക്കുന്ന. അതാണ് ഇന്ത്യ നടന്ന മറ്റൊരു തെമ്മാടിത്തരം എന്ന് ഞാൻ പറയുന്നത്. ആ കേസുകൾ വഖഫ് ബോർഡാണ് തീരുമാനം എടുക്കുന്നത്. എങ്കിലും ഇത് കോടതിയിൽ പോയി. അപ്പൊ കോടതി പറഞ്ഞതും വഖഫ് ബോർഡിന്റെ ഒരു തീരുമാനം വരട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. പക്ഷെ കോടതി അവിടെ ചോദിച്ചൊരു ചോദ്യം, വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട്. കോടതി ചോദിച്ചു, ഈ കൃഷ്ണനഗരം എങ്ങനെയാണ് വഖഫ് ഭൂമി ആയത് എന്ന് ചോദിച്ചു. അതിന് ഉത്തരവില്ല. ഇതാരെങ്കിലും ദാനം ചെയ്യണമല്ലോ. ഈ കൃഷ്ണനഗരി ആരാണ് ദാനം ചെയ്തത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നു. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ കുറെ ഭൂമിയുണ്ട്. അതായത് എന്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. ഞാൻ പിടിച്ചു വെച്ച ഭൂമി, കവർന്നെടുത്ത ഭൂമി, ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പറമ്പായിരിക്കും ഞാൻ വളഞ്ഞു വെച്ചിരിക്കുന്നത്. അവസാനം എനിക്കറിയാം ഈ ഭൂമി ഇല്ല, ദേവസ്വം ബോർഡ് കേസിന് പോയി ഈ ഭൂമി എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ എന്ത് ചെയ്യും? നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നേരെ കൊണ്ട് വഖഫിന് കൊടുക്കും. അപ്പം ദൈവത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, ഞാൻ ആ ഒരു മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഒരു നല്ല വ്യക്തിയായി. എന്റെ ഭൂമി ഞാൻ വഖഫ് ബോർഡിന് ദാനം കൊടുത്ത മഹാനാണെന്ന് പറയും. ഏതോ വല്ലോന്റെയും ഭൂമിയാണ് ഞാൻ ദാനം കൊടുത്തിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇത് പിന്നെ ചോദിക്കാനും പറയാനും വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതാണ്. ഇനി ഇതിലും രസകരമായ ഒരു കാര്യമുണ്ട്. സൂറത്തിൽ തന്നെ, അത് ഗുജറാത്തിലാണ്, ശിവശക്തി സൊസൈറ്റി എന്ന് പറയും. ഈ ശിവശക്തി സൊസൈറ്റി എന്ന് പറഞ്ഞ ഷോപ്പ് ഇതാണ്, ഈ ഹൗസിംഗ് കോളനിയാണ്. ഒരുപാട് പേര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. ആ ഭൂമിയും വഖഫ് ബോർഡിന്റേതാണ്. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ ഉദാഹരണം നമ്മുടെ മുനമ്പമാണ്. ഏതാണ്ട് 100-600 കുടുംബങ്ങൾ താമസിക്കുന്ന 404 ഏക്കറോളം പേര് മുനമ്പമാണ്. ഇതെല്ലാം വഖഫ് ഭൂമിയാണെന്ന് പറയും ഇവരുടെ കയ്യിൽ. അതായത് അവിടെ താമസക്കാരുടെ കയ്യിലെല്ലാം പട്ടയമുണ്ട്, കരമടച്ച രസീതുമുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യത്തിനായിട്ട് ചെല്ലുമ്പോൾ ഇത് ആരുടെ പേരിൽ കിടക്കുന്നു? വഖഫിന്റെ പേരിൽ കിടക്കുന്നു. ഇത് ഇത്രത്തോളം ഇവർക്ക് ഇങ്ങനെ കയ്യേറാനായിട്ട്, ഇല്ലെങ്കിൽ ഇവർക്ക് ഈ അധികാരം കൊടുത്തത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ്. 1995 ഒരു നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കി. ആ നിയമ പ്രകാരം വഖഫ് ട്രിബ്യൂണൽ ഉണ്ട്. അതായത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്ത വഖഫ് ട്രിബ്യൂണലാണ്. ഇവരുടെ വിധി അന്തിമ വിധിയാണ്. ഒരു സിവിൽ കോർട്ടിന് തുല്യമാണ് ഇവര്. ആ നിയമം കൊണ്ടുവന്ന് 1995 അന്നും ഒരു ഭേദഗതി ഈ വഖഫ് ബില്ലിൽ കൊണ്ടുവന്നു. അങ്ങനെ അനവധി ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. ആ ഭേദഗതികളെല്ലാം തന്നെ സർവനാശത്തിനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ആലോചിക്കുക. ഒരു ഗ്രാമം തന്നെ വേണം, ഒരു നഗരം തന്നെ വേണം, ഇതെല്ലാം കൂടെ എടുക്കും. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഒരു സാധനം, ഇന്ത്യൻ പാർലമെന്റ് വഖഫ് ഭൂമിയിലാണ്, അതുകൊണ്ട് പാർലമെന്റ് കെട്ടിടത്തിന് വാടക വഖഫ് ബോർഡിന് നൽകണം എന്നൊരു വലിയ വിവാദപരമായ പ്രസ്താവന നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ സർവ്വതും വഖഫിലാണ്. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഈ ഭൂമി വഖഫിന് കൊടുക്കുന്നു, വഖഫ് വരുന്നു, അവിടെ അത് ഞങ്ങളുടെ ഭൂമിയായി പ്രഖ്യാപിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അതാണ് ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇങ്ങനെ അനവധി സ്ഥലങ്ങൾ പിടിച്ചുപറിയിൽ കൂടെ എടുത്ത സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞ ഇസ്ലാമിക നിയമത്തിന് തന്നെ എതിരെയാണ്. അവരുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുത്തൻ സ്വമനസാല തന്റെ സ്ഥലമാണ് കൊടുക്കേണ്ടത്, ആരാന്റെ സ്ഥലമല്ല എടുത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്ത് കേസിന് പോയത് ആരൊക്കെയാന്ന് നോക്കാം. ഇനി ഈ വഖഫ് നിയമത്തിൽ തന്നെ വേറൊരു നിയമമുണ്ട്. അതായത് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ മറ്റൊരു നിയമമുണ്ട്. എന്താണെന്നറിയാവോ? ഞാനിത് എന്റെ ഭൂമി ഞാൻ വഖഫിന് കൊടുക്കുന്നത് എന്തിനാണ്? മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ മാത്രമേ ഈ ഭൂമി ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വഖഫ് ബോർഡിന് കൊടുക്കുന്നത്. പക്ഷെ വഖഫ് ബോർഡ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഭൂമി തിരിച്ചെടുക്കാൻ പറ്റും. ആ ഭൂമി തിരിച്ചെടുക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കൊടുത്ത കേസുകൾ മുസ്ലിം വിഭാഗത്തിൽ ഉള്ളവർ, അതായത് വഖഫുകാര് കൈവശം വെച്ചിരിക്കുന്ന മുസ്ലിം വിഭാഗക്കാരുടേതായിട്ടുള്ള 9942 കേസുകൾ വഖഫ് ബോർഡിന്റെ മുൻപിലുണ്ട്. കെട്ടിക്കിടക്കുക കേസ്, വിധി പറഞ്ഞിട്ടില്ല. ഇനി മുനമ്പത്തേക്ക് വരുമ്പോൾ ഒരു വിഷയമുണ്ട് മനുഷ്യനകത്ത്. മുനമ്പത്ത് ഈ വഖഫ് ബോർഡിന്റെ ഈ നിയമം വന്നു കഴിഞ്ഞാലും ഈ വഖഫ് ബോർഡിന് ഈ ഭൂമി കൊടുത്ത ഒരു കുടുംബം ഉണ്ടല്ലോ, ഏതാ ഈ പറയുന്ന ഫറൂഖ് കോളേജിന് കൊടുത്ത ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് കോടതി പോകാൻ പറ്റും. അതായത് ഞങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്ത ഭൂമി മറ്റൊരു തരത്തിലേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങൾ കൊടുത്തത് മതപരവും ഇതാണ്. ഇനി അവരുടെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ അവർക്ക് കോടതി പോകാൻ പറ്റും. അപ്പോഴും ഈ മുനമ്പത്തൊരു ചെറിയ വിഷയം നിൽക്കുന്നുണ്ട്. അപ്പോഴും
ഈസി ആയിട്ട് തീരത്തില്ല മുൻപത്തെ വിഷയം. അതായത് ഞാൻ നിയമപരമായിട്ട് വഖഫായിട്ട് ദാനം കൊടുക്കുകയാണല്ലോ വഖഫ്. ഞാൻ വഖഫ് ബോർഡിന് കൊടുത്തത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും മതപരമായ പ്രവർത്തനത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷെ വഖഫ് ബോർഡ് അത് ആൾക്കാർക്ക് വിറ്റു. അതാണ് ഇപ്പൊ മുൻപത്ത് ഉള്ളവര്. ആ വിറ്റവർ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഭൂമി തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് കോടതി പോകാം, അങ്ങനെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ മുസ്ലിം സമുദായം തന്നെ ഈ വഖഫ് ബോർഡിനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് കെട്ടിക്കിടക്കുന്നത് 9942 ടോട്ടൽ കേസ് കെട്ടിക്കിടക്കുന്നത് 40,951 കേസുകളും കെട്ടിക്കിടപ്പുണ്ട് മറ്റു വിഭാഗങ്ങൾ കൊടുത്തത്. ഇനി ഇവരുടെ കയ്യിലുള്ള ഈ സ്വത്തുക്കളുടെ ഇതെന്ന് പറഞ്ഞാൽ 8,72,328 ഏക്കർ സ്ഥലമാണ് ഇവർക്കുള്ളത്. ഇതാണ് സ്ഥാവര വസ്തുക്കളാണ് ഇവർക്കുള്ളത്. ഇനി ജംഗമ വസ്തുക്കളുണ്ട്, സ്വർണം, വെള്ളി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അതെല്ലാം കൂടെ അടങ്ങുന്നത് 16,713 പ്രോപ്പർട്ടികളും ഇവരുടെ കയ്യിലുണ്ട്. അത് അതിസമ്പന്നമായിട്ടുള്ള ഒന്നാണിത്. ഈ സമ്പന്നത എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു രേഖകളും ഇല്ലാതെ വല്ലവന്റെ സ്ഥലവും മുതലും പിടിച്ചെടുത്തിട്ട് അതാണ് ഇതിനകത്ത്. അത് തിരിച്ച് പിടിക്കണം. അതിനകത്ത് ഇപ്പൊ പുതിയ നിയമം വരുമ്പോൾ സ്വാഭാവികമായി തന്നെ സർക്കാർ ഭൂമികൾ വഖഫ് ഭൂമികളല്ല, സർക്കാരിന്റെ ഭൂമികൾ. ഇപ്പൊ പാർലമെന്റിൽ വരെ പാർലമെന്റും പിന്നെ ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട്, അത് രണ്ടും വഖഫ് ബോർഡ് വഖഫ് ഭൂമിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഈ രാജ്യം മുഴുവൻ വഖഫിന്റെ ആണെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നാളെ ഇവിടുത്തെ ഇവിടെ ലോൺ എടുക്കാൻ എങ്ങനെ പറ്റും? നാളെ ഇവിടുത്തെ ഈ ഭൂമി മേടിക്കാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഇതിന്റെ വേറൊരു സൈഡും കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറയാം. ഈ വഖഫിന്റെ ഒരു വിഷയം കത്തി വന്നപ്പോൾ ഈ ഉത്തരേന്ത്യയിലും എന്തിന് കേരളത്തിൽ അടക്കം ചിലയിടങ്ങളിലേക്ക് ഇത് ഈ ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഈ മുസ്ലിങ്ങൾ വീടും സ്ഥലവും മേടിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ കൊടുക്കാത്തൊരു സ്ഥിതി കൂടെ ചിലയിടങ്ങളിലുണ്ട്. കാരണം ഇവര് വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് വഖഫിന്റേതായി മാറും ആ ഭാഗം എന്നൊരു തെറ്റിദ്ധാരണകളും പറഞ്ഞു വരുത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗോസിപ്പുകളും ദുഷ്പ്രചരണങ്ങളും പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ ദുഷ്പ്രചരണം മാത്രമാണ്. അപ്പം ഇതാണ് ഇതിന് തടയിടണം എന്ന് പറഞ്ഞത് ആരാണ്? മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ ഉള്ളവരാണ് പറഞ്ഞത്. അവര് പറഞ്ഞത് എന്താണ്, ഇതിൽ വലിയ അഴിമതി നടക്കുന്നു. അഴിമതി നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മതപരമായിട്ടും നൽകുന്ന ഭൂമികൾ ഇവർ മറിച്ചു വിൽക്കും. ഷോപ്പിംഗ് കോംപ്ലക്സ് വരും, ഹോട്ടൽ വരും, ബാറ് വരും, എല്ലാം വരും. ഇവർ മറിച്ചു വിൽക്കും. ഇവരുടെ ഭയം എന്താ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. കാരണം ഈ സർക്കാർ പുതിയ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഈ ഭൂമി ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ വിലയ്ക്ക് വാങ്ങിയവൻ ഇവർക്കെതിരെ കേസ് കൊടുക്കുമല്ലോ. ഞാനിപ്പോ വഖഫ് ഭൂമി വാങ്ങി ഞാൻ അവിടെ ഒരു ഹോട്ടൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ കെട്ടി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇത് വരുമ്പോൾ സ്വാഭാവികമായി സർക്കാർ ആ ഭൂമി കണ്ടുകെട്ടുമല്ലോ. കണ്ടുകെട്ടുമ്പോൾ ഞാൻ ആർക്കെതിരെ കേസിന് പോകും? ഇത് തന്നവന്റെ എതിരെയല്ല ഞാൻ കേസിന് പോകത്തുള്ളൂ. നീ എന്നെ പറ്റിക്കായിരുന്നു, എനിക്ക് തന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പോകും. അതിനകത്തൊരു വലിയ ഭയവുമായിട്ടുണ്ട്. കാരണം കോടികൾ മുക്കിയ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഭയം, അതാണ് വലിയ ഭയമുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു പ്രാഥമികമായ വിവരം. ഇതിന്റെ അകത്ത് അതായത് ഈ സമുദായത്തിനിടയിൽ പോലും ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഇവരെ ഞാൻ കേട്ടൊരു കാര്യമാണ് ഈ പ്രചരണത്തിൽ. മുസ്ലിങ്ങളുടെ സ്വത്തെല്ലാം കേന്ദ്രം പിടിച്ചെടുക്കാനാണ് ഈ പുതിയ നിയമം കൊണ്ടിരുന്നത്. മുസ്ലിങ്ങളുടെ സ്വത്തും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എടാ, സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ മുടക്കി സ്ഥലം മേടിക്കുന്നവൻ, പട്ടയമുള്ളവൻ, കരമടയ്ക്കുന്ന ഒരു സ്ഥലം ആരാ പിടിച്ചെടുക്കുന്നത്? പകരം ഈ രേഖകളില്ലാത്ത സ്ഥലങ്ങളാണ് ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. രണ്ടാമത് ഇതിനെതിരെ ഉയർന്നു വരുന്ന ഒരു വലിയ ആരോപണം ഇതിനകത്ത് അമുസ്ലിങ്ങളെ കയറ്റാൻ ശ്രമം നടത്തുന്നുണ്ട്. അമുസ്ലിങ്ങളെ കയറ്റാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല. ഇതിന്റെ നിയമത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇതിനകത്തെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ ബോർഡിന്റെ അത് കേന്ദ്രമന്ത്രി ആയിരിക്കും. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ബോർഡിന്റെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ആയിരിക്കും ഇതിന്റെ ന്യൂനപക്ഷകാര്യ മന്ത്രി ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. ആ ബോർഡിൽ മുസ്ലിങ്ങളായിരിക്കും. കൂടാതെ 2 വനിതകൾ ഉണ്ടാകും. വനിതാ പ്രാതിനിധ്യം വേണമല്ലോ. നമ്മൾ ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ വനിതകൾക്ക് 50% നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തിലും വനിതയുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഈ ബോർഡിൽ വനിതകൾ വേണ്ട. കാരണം വനിതകൾ ഉൾപ്പെട്ട അനവധി കേസുകൾ ഇതിനകത്തുണ്ട്, സ്ഥലം സംബന്ധമായിട്ടുള്ളത്. അപ്പോൾ വനിതകൾ ഇതിലുണ്ടാകും. 2 വനിതകൾ ഉണ്ടാകണം ബോർഡിൽ. മറ്റൊരു നിയമം, ഇവിടെയാണ് ഈ അമുസ്ലിങ്ങളുടെ പ്രശ്നം വരുന്നത്. ഒരു MP ഉണ്ടാകണം, MLA ഉണ്ടാകണം, അതുകൂടാതെ ഒരു റിട്ടയർഡ് ജഡ്ജി ഉണ്ടാകണം, പിന്നെ ഒരു പൊതുപ്രവർത്തകൻ, അതായത് ഒരു അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ, ഇഷ്ടം ഒരു പൊതുപ്രവർത്തനമല്ല. ഇതെല്ലാം വേണമെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വെക്കാം. ഹിന്ദുക്കളെ വെക്കണമെന്നോ ക്രിസ്ത്യാനികളെ വെക്കണമെന്നോ യാതൊരു നിയമവുമില്ല. ഇപ്പൊ ആ ഭാഗത്ത് ഒരു MBA നോമിനേറ്റ് ചെയ്യാൻ ഇപ്പൊ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു MBA സർക്കാരിന് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ സർക്കാരിന് വെക്കാം. ഇനി ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ആർക്കാന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. കാരണം അവർക്ക് ഇതിന് ഓഡിറ്റിംഗ് നടത്താൻ പറ്റും. കാരണം ഇതുവരെ വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ ഓഡിറ്റ് നടത്താൻ സർക്കാരിന് അവകാശമില്ലാതെ സർക്കാരിന് ഓഡിറ്റിംഗ് നടത്താൻ പറ്റും. പിന്നെ സർക്കാർ ഇതിന്റെ ഒരു ഇടനിലക്കാരനാണ് വസ്തു സംബന്ധമായ തർക്കങ്ങൾക്കും കാര്യങ്ങൾക്കും. കാരണം ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഇനി മുതൽ ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ വഖഫ് ബോർഡിന് ഇപ്പൊ പഴയ കണക്ക് ബോർഡിന് ഇങ്ങോട്ട് എഴുതി കൊടുക്കുകയല്ല ചെയ്യുന്നത്. ബോർഡിന് എഴുതി കൊടുത്താലും കളക്ടർ തീരുമാനിക്കണം ഇത് ഇവരുടെ പേരിൽ തന്നെ ഉള്ളതാണ്. ഇനി മുതൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം മത ആചാരപ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക് വഖഫ് ബോർഡിന് കൊടുക്കാം. പക്ഷെ അയാളുടെ സ്വന്തം പേരിലുള്ള സ്ഥലമായിരിക്കണം, അത് കൊടുക്കാൻ പറ്റും. അത് കളക്ടറാണ് തീരുമാനിച്ചിട്ട്, ശരി ഇയാളുടെ സ്വന്തം പേരിലാണ്, എല്ലാ രേഖകളും ഉണ്ട്, അത് വേണമെങ്കിൽ ദാനമായി കൊടുക്കാം. അങ്ങനെ പോകുമ്പോൾ എത്ര പേര് ദാനം കൊടുക്കുന്നു കാണണമല്ലോ. ഇത് കഴിയുമ്പോൾ സ്വത്ത് കൂടണ്ടേ?
കൊടുക്കില്ലാരും, കൊടുക്കില്ല. ഇത് എന്താ പറയുന്നത്, ഈ 9,9.4 ഏക്കർ സ്ഥലം ഇത് കണക്ക് വെറുതെ ദാനം കൊടുത്തിട്ട് പോകുന്നതാണ്? അല്ല, ഒരിക്കലും വെറുതെ ദാനം കൊടുത്തിട്ട് പോകുന്നതല്ല. ഇത് ഞാൻ പറഞ്ഞതിന്റെ സിമ്പിൾ തിയറി ഇതാണ്. അതായത് എന്റെ കയ്യിൽ കുറെ സ്ഥലമുണ്ട്, പട്ടയമുള്ളതും പട്ടയം ഇല്ലാത്ത സ്ഥലം അവസാനം എന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് കാണുമ്പോൾ, ഇല്ലെങ്കിൽ എനിക്കത് നോക്കി നടത്താൻ പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ ഞാൻ നേരെ വഖഫിന് കൊണ്ട് കൊടുക്കും. ദൈവത്തിന്റെ ഒരു ദാനമായി ഞാൻ ഇത് നൽകുന്നു, നിങ്ങൾ അതിനൊക്കെ ചെയ്യുന്നു. വഖഫ് ബോർഡിന്റെ എഴുത്തി കഴിഞ്ഞ് സേഫ് ആണ് കാര്യം. ഇതാണ് തന്ത്രം ഇതിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ വഖഫ് ബോർഡ് അതിലും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. ഈ കിട്ടിയ സ്ഥലം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്മാർ മറിച്ചു വിറ്റു. ഇത് വിൽക്കരുതെന്നാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള റൂള്. പക്ഷെ അവന്മാരിന്ന് മറിച്ച് വിൽക്കുകയും ചെയ്തു, പുട്ടടിക്കുകയും ചെയ്തു. ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഈ സുന്നികൾ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അഹാഖാനി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ ഈ ബോറ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ബോറകളെ ഒരു മനുഷ്യന് അറിയാം. നമ്മുടെ ഈ ഗുജറാത്തിലൊക്കെ നരേന്ദ്രമോദി വരുമ്പം ഈ ബോറകളുടെ പള്ളികളിലും ഒക്കെ പോയി, അല്ലെങ്കിൽ അവരുടെ പരിപാടികളൊക്കെ നരേന്ദ്രമോദി പങ്കെടുക്കും. ഒരു പ്രത്യേകതരം തൊപ്പിയൊക്കെ ധരിച്ചൊരു പ്രത്യേക വിഭാഗമാണ്. അത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വിഭാഗമാണ്. അപ്പൊ സുന്നികൾക്കും ഷികൾക്കും മാത്രം പോരാ, ഈ ബോറകൾക്കും അഹഗാനികൾക്കും കൂടെ ഈ ബോർഡ് രൂപീകരിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ വരുന്നത്. ഈ നിയമത്തിൽ എവിടെയാണ് ഈ സ്വത്ത് പിടിച്ചെടുക്കും എന്ന് പറയുന്നത്? പകരം രേഖകളില്ലാത്ത സ്വത്തുക്കൾ അത് സർക്കാരിലേക്ക് വന്നു ചേരും. ഒപ്പം തന്നെ സർക്കാരിന്റെ എന്താണ് ഉള്ള സർക്കാർ ഭൂമികൾ, അതായത് ഇപ്പൊ പറയുന്ന എയർപോർട്ട്, പിന്നെ സ്റ്റേഡിയങ്ങള്, അങ്ങനെയുള്ള ഭൂമി വഖഫ് ബോർഡിന്റേതല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഇതിൽ വരുന്നൊരു കാര്യം, മുമ്പ് ഈ ട്രിബ്യൂണൽ, അതായത് വഖഫ് ട്രിബ്യൂണലില് ഒരു കേസ് വന്നാൽ അവിടുത്തെ അന്തിമ വിധി ട്രിബ്യൂണലില്ല. പിന്നെ നമുക്ക് അപ്പീൽ പോകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അറിയാമല്ലോ. നമ്മുടെ രാജ്യത്ത് ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് അപ്പീലിന് പോകാം, മോൾ കോടതികളിൽ അപ്പീലിന് പോകാം, ജില്ലാ കോടതിയിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, അങ്ങനെ കോടതികളോട് പോകാം. പക്ഷെ വഖഫ് ബോർഡിൽ ഒരു കേസ് വന്നാൽ ഞാൻ പറയുന്നു, ഈ സ്ഥലം വഖഫ് ബോർഡ് എന്റെ കൈവശപ്പെടുത്തുകയാണ്, നിങ്ങളുടെ അല്ല എന്ന് പറയുന്നത്. വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുക്കുകയാണ്, അത് നിങ്ങൾ പറയുന്നതല്ല ശരി, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ തന്നെയാണ് ഭൂമി എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ അപ്പീലില്ല. പക്ഷെ ഇപ്പോൾ 90 ദിവസത്തിനകം നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ നിയമം വരുന്നത് ശരിക്കും മുസ്ലിങ്ങൾക്ക് കൂടി സന്തോഷം പകരുന്ന കാര്യമാണ്. കാരണം ഈ 9,000 സംതിങ് പേര് കേസ് കൊടുത്തിട്ടുണ്ട് ഈ വഖഫ് ബോർഡിന് മുമ്പിൽ. അവര് മനുഷ്യരല്ലേ, അവരും മുസ്ലിം വിഭാഗത്തിൽ വരുന്നതല്ലേ. അപ്പൊ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എല്ലാം ഗുണം വരുന്ന ഇത് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഈ രാജ്യത്ത് അടിച്ചിറക്കിയ ഒരു വലിയ നരേറ്റീവ് ഉണ്ട്. അതായത് മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ പോകുന്നു. എല്ലാവരുടെയും പേര് ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് നരേന്ദ്രമോദി രാവിലെ ഇരിക്കും, എന്നിട്ട് അമിത്ഷാ വായിക്കും പേര്, ഇന്നിടത്തെ ഇന്നാള്, ശരി അവനെ പുറത്താക്കും. ഇതായിരുന്നു അന്ന് ഇറക്കിയ സാധനം. ഇപ്പോഴീ ഈ വഖഫ് ബോർഡിന്റെ ബില്ല് വരുമ്പോൾ എന്താണ് പറഞ്ഞിറക്കുന്നത് വെച്ചാൽ മുസ്ലിങ്ങളുടെ സ്വത്തെല്ലാം കൂടെ പിടിച്ചെടുക്കുന്നു. ഇതെന്താണ് അതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള വലിയ ഉന്നതരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരാരെങ്കിലും ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ മനുഷ്യൻ? ഏറ്റവും വലിയ ഭൂസ്വത്തിന് ഉടമ, എന്റെ ഒരു ചെറിയ കണക്കൂട്ടിൽ പറയാം, എനിക്ക് വലിയ ആളുകളൊന്നും എനിക്കറിയില്ല, യൂസഫ് അലി അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ളതാണ്. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ പലയിടത്തും ഭൂമി സ്വന്തമായിട്ടുണ്ട്, ഏക്കർ കണക്കിന് ഭൂമികളുണ്ട്, തോട്ടം തന്നെ വാങ്ങിയിട്ടുണ്ട് കാശ്മീരിലടക്കം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമല്ല ആദ്യം മുമ്പോട്ട് വരേണ്ടത്. എന്റെ ഭൂമിയൊക്കെ പോവല്ലോ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ വെറുതെ ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ തെരുവിലിറക്കുക, അതാണ് രീതി. അതിന് കോൺഗ്രസും CPM-ഉം കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. കാലാകാലങ്ങളായി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക. കാരണം കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ച നിയമം മൂലമാണ് കാരണം വഖഫിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു നിയമം അമെന്റ്മെന്റ് കൊണ്ടുവന്നു 1995-ൽ. അവരാണ് ഇപ്പൊ കിടന്ന് തുള്ളുന്നത്. അതൊരു ന്യായമല്ലാത്ത കാര്യം. അതുകൊണ്ടാണ് ജനം കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യം. അപ്പൊ അതാണ് ഈ ബില്ലിന്റെ ഒരു അതായത് ജനം മനസ്സിലാക്കണം എന്താണ് ഈ ബില്ലെന്ന്, എന്താണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും വഖഫില്ല, തുർക്കിയിലില്ല, സിറിയയിലില്ല, ഈജിപ്തിലില്ല. ഇത് കോടതി പോലും ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ രാജ്യത്തെ നിയമം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റാണ്. നമ്മുടെ നിയമനിർമ്മാണ സഭകളാണ് ഈ പറയുന്ന പാർലമെന്റ്. അവിടെ എല്ലാ MP-മാരും തെരഞ്ഞെടുത്തിട്ട് അവരുടെ ജോലി നിയമം നിർമ്മിക്കുകയാണ്. ആ നിർമ്മിക്കുന്ന നിയമത്തെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുന്നത്? ഇതിനു മുൻപ് ഈ നിർമ്മിച്ച നിയമത്തെ എവിടെങ്കിലും ചോദ്യം ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ നിയമം വന്നു കഴിയുമ്പോൾ ഇതിനകത്തെ ഏതെങ്കിലും ഒരു വകുപ്പിനെ ചൊല്ലി വേണമെങ്കിൽ നമുക്ക് കേസിന് പോകാം. അപ്പം കാരണം ഈ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. ആ നിയമത്തിനെതിരെ എങ്ങനെ പോകാൻ പറ്റും, അത് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ നിയമത്തിന്റെ ഓരോ വശങ്ങളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, ആ നിയമത്തിന്റെ ആ വശങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. ഇത് എങ്ങോട്ടൊക്കെയാ പോകുന്നത്? ഈ കേസ് എങ്ങോട്ടൊക്കെയാ പോകുന്നത്? ഭരണഘടനാ ബെഞ്ചിനാണ് വിടുന്നത് ഈ കേസ്. ഭരണഘടനയുടെ അനുസരിച്ചിട്ടല്ലേ വരുന്നത്. അവിടെ പറയുമ്പോൾ തന്നെ പോയില്ലേ ഈ സാധനം. ഇതാണ് ഇനി വരും, ഞാൻ പറഞ്ഞതൊക്കെ വരും, കേസ് വരും. കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുൻപത്തെ ഒരു കേസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇത് വന്നിട്ട് മുൻപത്തുള്ളവർക്ക് ഇപ്പൊ വഖഫ് ബോർഡിന്റെ ബില്ല് പാസ്സായി ആ ഒരു തലവേദന അവിടെ തീരും, വലിയ തലവേദന തീരും. പിന്നെ ഈ കൊടുത്ത കുടുംബം കൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിച്ചിരി പിന്നെ മൂലാമാല സിംഗിൾ കേസോട്ട് പിന്നെയും പോകേണ്ടി വരും.
പിന്നെ അതിനകത്തും ഒരുപാട് കോഴ്സുകൾ പറയുന്നുണ്ട്. അത് ആ നിയമത്തിന്റെ വഴി കൂടെ പോകുമ്പോൾ അതും മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ രാജ്യത്ത് അറുതി വരുത്തേണ്ട ഒരു നിയമം തന്നെയാണ് ഇത്. ലോകത്ത് എങ്ങും ഇല്ലാത്തൊരു നിയമം. അത് ഇവിടെ തന്നെ വേണമെന്ന് പറയുന്നതിലാണ് എനിക്ക് അതിശയം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും നരസിംഹറാവു സർക്കാരിന്റെ കാലത്തും പി ചിദംബരത്തിന്റെ കാലത്തും ഇതിൽ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് വേണമെന്ന് അവർ ആലോചിച്ചിരുന്നതായിട്ട് തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. മോദി എന്ത് ചെയ്താലും പറയും ഞങ്ങളിത് പണ്ട് ആലോചിച്ചിരുന്നു. ആദ്യം നോക്കും ഇത് ക്ലച്ച് പിടിക്കുമെന്ന്. ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇത് ആലോചിച്ചിരുന്ന പദ്ധതിയാണ്, ഞങ്ങളാണ് ശരിക്കും ഇതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയതെന്ന് പറയും. ഇവർ ഇത് രൂപരേഖ ഉണ്ടാക്കി. ഇപ്പൊ ഇവർ മിണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇപ്പം മിണ്ടായിരുന്നു കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞാൽ പണി തീർന്നു പോകും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ഇവർ കുറച്ച് കഴിയുമ്പോൾ പറയും, നോക്കിക്കോ, കുറച്ച് ആൾ കഴിയുമ്പോൾ പറയും ഈ വഖഫ് ബോർഡ് ഇങ്ങനെയൊക്കെ വേണം ഞങ്ങളന്ന് പറഞ്ഞതാണ്. ശരി, ഇവര് പറഞ്ഞിരുന്നതാണ്. ഇവരുടെ കാലത്ത് ഇതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ അല്ല ഇവരുടെ കാലം നെഹ്റുവൊന്നും അല്ല. അപ്പം ഈ നരസിംഹറാവുവിന്റെ കാലത്തും പി ചിദംബരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്തുമൊക്കെ ഇതിനകത്ത്, കാരണം ഈ സ്ഥലം ഇങ്ങനെ പോകുന്നതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം കൊണ്ടാണ് അവരത് പറഞ്ഞത്. പക്ഷെ അവർക്ക് അത് ഒരു നിയമം ഒന്നും ആക്കാനുള്ള ആംബിയർ അവർക്ക് ഉണ്ടായിരുന്നില്ല, അതിനുള്ള പിന്തുണ അവർക്കില്ലായിരുന്നു. എന്തായാലും വഖഫ് ബില്ല് അത് പാർലമെന്റിൽ ചർച്ച നടക്കുകയാണ്. ചർച്ച നടന്ന് നാളെ തന്നെ അത് രാജ്യസഭയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഒരു വർഗീയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിങ്ങനെയുള്ള സകല സംസ്ഥാനങ്ങളിലും ഡ്രോൺ വഴി നിരീക്ഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വർഗീയ സംഘർഷത്തിനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ, തെരുവിലിറങ്ങി എന്തെങ്കിലും അട്രോസിറ്റീസ് ആണെങ്കിലും കാണിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ശക്തമായിട്ടുള്ള ഒരു സുരക്ഷയിലൂടെയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.